എനിക്കറിയില്ല, ആ വാർത്ത ഞാനും കണ്ടു. എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം CPM ആണ് എന്ന് പറയാൻ തെളിവുകളില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ബോംബിൻ്റെ പുറകിൽ ആരായാലും ശരി, ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി CPIക്ക് ഒരു അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം, ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല. ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല. ഇടതുപക്ഷം ചിന്തയുടെ ആശയ സമരത്തിൻ്റെ പക്ഷമാണ്. ആശയ സമരത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ കേൾപ്പുള്ള ഇടതുപക്ഷത്തിന് ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബോംബുകളുണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ്. ആ ചിന്തയുമായി ഒരിക്കലും CPIക്ക് ബന്ധമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സാബ്, ഇതിനപ്പുറം ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. എല്ലാം നല്ലവണ്ണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു. അത് കൂടുമ്പോൾ വളരെ പ്രാഥമികമായ വിവരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എല്ലാ ജില്ലാ ഘടകങ്ങളോടും ആവശ്യപ്പെട്ടത് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലുകളും കൂടി ആ ജില്ലാ കൗൺസിലുകളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നിലപാടുകളും അവലോകനങ്ങളും ഒരു റിപ്പോർട്ടാക്കി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് 8-ാം തീയതിയും സ്റ്റേറ്റ് കൗൺസിൽ ജൂലൈ മാസം 9, 10 തീയതികളിലുമായി കൂടും. ആ യോഗത്തിലായിരിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും CPIയുടെ നിലപാട് പറയാൻ പോകുന്നത്. ആ നിലപാട് സമാഹരിക്കുന്നതിന് വേണ്ടി, അതിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളുടെയും കമ്മിറ്റികൾ, ജില്ലാ കൗൺസിലുകൾ കൂടുന്നത് പാർട്ടി വഴക്കമാണ്. ഒരു കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വ്യക്തമായി പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് ഘടകത്തിലും ചർച്ചകൾക്ക് ഇടമുണ്ട്. ഏത് ഘടകത്തിലും ചർച്ചകൾക്കുള്ള എല്ലാ വാതിലും കൊട്ടിയടച്ച പാർട്ടിയല്ല CPI. ഉൾപാർട്ടി ജനാധിപത്യമെന്ന കമ്മ്യൂണിസ്റ്റ് പ്രമാണത്തെ എന്ന് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഏത് പാർട്ടി ഘടകത്തിലും സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ചർച്ചയ്ക്ക് അവസരമുണ്ട്, ചർച്ചയ്ക്കിടമുണ്ട്. അതൊരിക്കലും പാർട്ടി നിഷേധിക്കുകയില്ല. അങ്ങനെ ഒരു നിലപാടുള്ള പാർട്ടിക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പക്വത കൊണ്ടും ആശയ വ്യക്തത കൊണ്ടും ഒരു കാര്യം ഖണ്ഡിതമായി വ്യക്തമാക്കേണ്ടതുണ്ട്. ചർച്ചകൾ പാർട്ടി ഘടകത്തിലാണ്. ഘടകത്തിലെ ചർച്ചകൾ ഏതെങ്കിലും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങളിലേക്കോ പുറത്തേക്കോ ചോട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സമീപനമല്ല, അത് പാർട്ടി കാഴ്ചപ്പാടല്ല. അതൊരു വളരെ വില കുറഞ്ഞ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. പക്ഷേ ആ പ്രവണത എല്ലാ പാർട്ടികളിലും ശക്തിപ്പെടുന്നുണ്ട്. അത് ഒരു നിശ്ചിത അളവിൽ CPIയിലുമുള്ള കാര്യം നിഷേധിക്കുന്നില്ല. പക്ഷെ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംഘടനാ ശൈലി, സംവാദ ശൈലി അതല്ലേ അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും ഓരോ പാർട്ടിയിലും നിങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തുന്ന വീരന്മാർ. ആ വീരന്മാരെ പറ്റി നിങ്ങളുടെ മനുഷ്യൻ, ചിന്തിക്കുന്ന ബോധമുള്ള മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്?
നിങ്ങൾക്ക് പുച്ഛമായിരിക്കും. സ്വന്തം പാർട്ടിയിലെ ഉൾപാർട്ടി ചർച്ചകളുടെ കാര്യങ്ങൾ തത്തമ്മയെ പൂച്ചപൂച്ച എന്ന് പറയുന്ന മട്ടിൽ പുറത്തേക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് കേമത്വം കാണിക്കാൻ ശ്രമിക്കുന്നവർ ആരാകാനും ശരി, അവരെപ്പറ്റി മാധ്യമങ്ങളുടെ ചിന്തിക്കുന്നവർക്കെല്ലാം പുച്ഛമായിരിക്കും. ആ പുച്ഛിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയെ വലിയ കാര്യമായി ആരെങ്കിലും പൊക്കിപ്പിടിക്കുന്നുവെങ്കിൽ അവരെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് സഹതാപം മാത്രമാണ്. ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ആരായാലും ഘടകത്തിൽ ചർച്ചക്കിടമുണ്ട്. ആ ചർച്ചക്കിടമുള്ളപ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം പാർട്ടികളെ അകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം അകത്ത് പറഞ്ഞു അല്ലെങ്കിൽ പറയാതെ പുറത്തേക്ക് ചോർത്തുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമല്ല. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത് ചെയ്യുന്നവർ വളരെ വളരെ വില കുറഞ്ഞവരാണ്. ആരായാലും വില കുറഞ്ഞവരാണ്. ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മറ്റുമക്കാരൻ വിളിച്ചു, അത് നാളെ എന്നെ വിളിക്കണം, അതുകൊണ്ട് അവൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരുന്നു. സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത ഒറ്റുകാർ. അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികെട്ട പ്രവൃത്തി നടക്കുന്നതായിരിക്കും. ഇത് മൂന്നേ സാധ്യതയുള്ളൂ. അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കും പോലെ അത് മ്ലേച്ഛമാണ്, അപഹാസ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീതിബോധം പറയുന്നത് അമ്മയെപ്പോലെ പാർട്ടിയെ സ്നേഹിക്കണം, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടിയെ കാണണമെന്നാണ്. അതറിയാത്തവർ ഇത് ചെയ്യുന്നു. അവരെപ്പറ്റി നിങ്ങൾക്ക് പുച്ഛമുണ്ട്, പുച്ഛം ഞങ്ങൾക്കുമുണ്ട്. അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഈ പാർട്ടി.